ഇന്ദ്രനീലിമയോളം നീർമിഴി പൊയ്കകളിൽ എങ്ങനെ നിൻമുഖം മെയ്കൂപ്പി നിന്നു. ഈ പാട്ട് ജെനുവിൻലി അറിയാന്നുള്ളവർ മാത്രം പറ ഗൈസ്. കാരണം ഇതൊക്കെ പണ്ട് ഭയങ്കര രസമുള്ള പാട്ടുകളിലൊന്നാണ്. അത് പെട്ടെന്ന് ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കണമെന്ന് എനിക്ക് ആ പാട്ട് മനസ്സിൽ കിടക്കരുത്. അപ്പം ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് നിങ്ങൾക്ക് പാടി തന്നൂടാ. വൈശാലി മൂവിയിലെ പാട്ടാണ്. അമ്മ എന്തോ ചെയ്യണം? അമ്മയ്ക്ക് വൈശാലി സിനിമ ഓർമ്മയുണ്ടോ അമ്മ? ഈ പാട്ടറിയാവോ? ഇന്ദ്രനീലിമയോളം. നല്ല പാട്ടല്ലേ അമ്മ? എടുത്തോ ഞാൻ വീടിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് കാണിച്ചിട്ട് വരാം. യെസ് ഗൈസ്, ഞാൻ കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നു വീടിൻ്റെ ചെറിയ അപ്ഡേറ്റ് തരാം. വലുതായിട്ട് വ്യത്യാസമൊന്നും വന്നിട്ടില്ല, പക്ഷേ നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് നമുക്ക് വീടിൻ്റെ കുറച്ച് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് കാണാം. ഗൈസ് പതുക്കെയാണ് പോകുന്നത് പണി, ബട്ട് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റൈസ് എന്ന് പറയുന്ന പോലെ ചെയ്യുന്ന പണികളെല്ലാം പക്ക നീറ്റായിട്ടാണ് നമ്മൾ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതുവരെ ആയി എന്ന് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഗൈസ്. കണ്ട, ഇവിടെ ഫുള്ള് നമ്മൾ പച്ച പുതിയ കോട്ടിങ് കൊണ്ട് കവർ ചെയ്ത്. അപ്പോൾ എൻ്റെ തല ഇപ്പോഴും അവിടെ സ്ട്രോങ് ആയിട്ടിരിപ്പുണ്ട്. ഇത് പോയി എൻ്റെ അച്ഛനെവിടെ? അച്ഛാ, ഞാൻ വീടിന്റെ അപ്ഡേറ്റ് എല്ലാവരും ചോദിച്ച് അങ്ങനെ വന്നതാണ്. നമുക്ക് കൊടുക്കാൻ എന്ത് അപ്ഡേറ്റ് ഉണ്ട്? പുട്ടിയിട്ടല്ലേ? ആ ഗൈസ്, നമ്മൾ പുട്ടിയിട്ടു ഗൈസ്. പക്ഷെ ഇത് നിങ്ങൾ നോക്കിയേ, നമ്മൾ അന്ന് ഇവിടെ കൊണ്ട് നട്ട സാധനമാണ്. ഇത് കുറച്ച് നീളം വെച്ചല്ലേ ചതിന്? ഓ അത് വെള്ളം കൂടി പോണോണ്ടാണ് ആണോ മഞ്ഞ ലീവ്സ് പറഞ്ഞത്? ഓ ഇത് വളമാണോ? വർഷയെ വിളിച്ച് നോക്കാത്ത എന്താ വെച്ചാ അവളാണ് ഇതിന്റെയൊക്കെ ആള്. ഇവിടെ ഗൈസ് നമ്മുടെ വീടിന് വേണ്ടിയിട്ടുള്ള തടിപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ ബ്രോ, വാതിലിന്റെ പാളികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലേ ചാ? ഇത് ഈ തടി എടുത്തുണ്ടല്ലേ ചാ പണി ചെയ്യുന്നത് നല്ല മെനക്കെട്ട ഏർപ്പാടാണല്ലേ. കാരണം എത്ര ദിവസമായി ഇപ്പൊ പണി തുടങ്ങിയിട്ട്? ഇത് നമ്മൾ തടിയാണോ ചെയ്യുന്നത്? തട്ടടിച്ചതിന്റെ കാറ്റാടിക്കഴ അല്ലേ? ഇതാണ് മറ്റേ പാളികള് സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചേക്കുന്നത് അല്ലേ ചാ? ഇനി ഇതില് ബാക്കി കുറച്ച് വർക്കും കൂടെ ഉണ്ട്. ഓ, എത്ര ജനൽ പാളി ഉണ്ട് മൊത്തത്തിൽ നമുക്ക്? ഇതിപ്പോ 30ഓളം ജനൽ പാളി ഇവിടെ സെറ്റ് ആയല്ലേ? വാതിലിന്റെ സെറ്റ് ആയാ? വാതിലിന്റെ ഫ്രെയിമാണ് ഇപ്പൊ നമ്മൾ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇതൊക്കെ എടുത്ത് പിടിപ്പിക്കണം. ഇതെപ്പോ പിടിപ്പിക്കും വെച്ചത്? അല്ല, ഇനി അവിടെ ഇപ്പോൾ പുട്ടിയിടൽ പരിപാടി നടന്നുകൊണ്ട് തീർന്നു. പ്രൈമർ അടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ വാതിൽ ജനലിലും പറ്റി പിടിച്ചിരിക്കുന്ന പൊടി അഴുക്കൊക്കെ വന്ന് വടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് ആശാരിയുടെ അതായത് കാർപ്പൻറ്റേഴ്സിൻ്റെ പണി പൂർത്തിയാക്കാനുണ്ട്. ഇതിൻ്റെ ഗ്ലാസ് നമ്മൾ ഓർഡർ കൊടുത്തു. കംപ്ലീറ്റ് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലാസ്സിനെല്ലാം ഓർഡർ കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഇനി ഗ്ലാസ് വെച്ചിട്ട് അവിടെ കൊണ്ടുവയ്ക്കും? അതാ ഇത് ഇട്ടിട്ടാണോ ഗ്ലാസ്? ഇത് ഇനിയിപ്പോൾ അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ കറക്റ്റ് മെഷർമെന്റ് എടുത്തിട്ട് ഇത് ഈ ഫ്രെയിം അതിൽ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്ത് ഇളക്കി എടുത്തിട്ട് പെയിന്റേഴ്സ് പിന്നെ ഇതിനെ പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്യുന്ന ഏർപ്പാടുണ്ട്. അതിന് ശേഷമാണ് ഇതിന്റെ ഗ്ലാസ് പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു പോളിഷ് ചെയ്ത് ഫൈനലാക്കും. ഓക്കെ, നമുക്ക് പുട്ടിയിട്ടൊന്ന് കാണാൻ പറ്റുമോ? പറ്റും. നമുക്ക് ഞാനും പുട്ടിയിട്ടതിന് ശേഷം ഇതുവരെ കണ്ടില്ല. അപ്പൊ നമുക്ക് പുട്ടിയിട്ടത് എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. എത്ര നാളായല്ലേ നമ്മൾ വീടിന്റെ പണി തുടങ്ങിയിട്ട്? നമ്മൾ പണി തുടങ്ങിയതിന് ശേഷം 7 യൂട്യൂബർമാര് വീട് വെച്ച് പുതിയത് താമസം തുടങ്ങി. നമ്മള് ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്നൊക്കെ പറയുന്ന പോലെയാണ് കേസ്. നമ്മൾ സമയമെടുത്ത് ചെയ്യല്ലേ, നമ്മൾ ഹറിബറി ആക്കി ചെയ്യുന്നില്ല. കോൺട്രാക്ട് നമ്മൾ കൊടുക്കുന്നില്ല, നമ്മൾ ചെയ്യിപ്പിക്കുന്നില്ല. നമ്മുടെ ലേബർ കോൺട്രാക്ട് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. ഓ ഗൈസ്, ഇതാണ് ഇത് പെയിന്റ് അടിച്ച പോലെ ഇരിക്കുന്നത് കേട്ടാ. ഇതാണ് പുട്ടിയിട്ടല്ലേ? പുട്ടിയിട്ട് അതിൽ പ്രൈമർ അടിച്ചു. ഓ, ഇനി ടൈൽസ് ഇടുവോ? ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ടൈൽസ് ഇടുന്നതാണോ? ടൈൽസ് ഇടുന്നതല്ല, ഇതിനകത്തുള്ള ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലീൻ ചെയ്യണം. ഓ, അടുത്ത പണി ഇതിന്റെ ഡോർസ് ആൻഡ് വിൻഡോസ് ഇതൊക്കെ പെയിന്റ് വാട്ടയല്ലേ? ഇതെല്ലാം പെയിന്റ് വാട്ടയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ പുട്ടിയിട്ട് പ്രൈമർ അടിച്ചിരിക്കുകയാണ്. ഇത് എത്ര ദിവസം എടുത്താ പുട്ടിയിട്ട് പ്രൈമർ അടിക്കാൻ? കുറച്ച് ടൈം എടുത്തു. ആണല്ലേ? വേഗം വളരെ ഓടിച്ചിട്ടല്ല ചെയ്തത്, വീട് ഫുൾ പുട്ടിയിട്ടല്ലേ. അപ്പൊ അതിന് കുറച്ച് ടൈം എടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ഹറിബറി ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഇതല്ലേ നമ്മുടെ കിച്ചൺ. ഒരുപാട് ദ്വാരങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്. ഒരുപാട് അക്സസറീസ് ഉണ്ട്, കിച്ചൺ അക്സസറീസ് ഉണ്ട്. എല്ലാം വരും അല്ലേ? മോഡേൺ കിച്ചണല്ലേ നമ്മൾ വെക്കുന്നത്. ഇത് അമ്മയുടെ ഹൈറ്റിന് നോക്കി വെച്ചതാണ്.
കറക്റ്റ് ഐ ലെവലിന് ഈ സാധനം വന്നിട്ടുണ്ട്. പക്ഷെ മതില് ഇതിനേക്കാൾ പൊക്കം വരുമോ? കുറച്ചുകൂടെ ഉയർത്തും അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മതില് കാണാൻ പറ്റും നമുക്ക്. ഇവിടെ മതിൽ ഉയർത്തു തോന്നുവാണല്ലേ? അപ്പുറത്തെ വീട് കാണാൻ പറ്റാത്ത രീതിയിലാവും. അല്ല, മതിൽ അത്രയല്ല, കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിന് ഓവറായിട്ട് ഉയർത്തേണ്ട കാര്യമില്ല. മനസ്സിലായി. അപ്പൊ ഇതാണ് ഇങ്ങനെ വീട് മൊത്തം പുട്ടിയിട്ട് ഇപ്പോ പ്രൈമർ അടിച്ചേക്കാണ്. പക്ഷെ നല്ല രസം, വലിപ്പം കൂടി കേട്ടാച്ചാ, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അന്ന് നമ്മൾ മറ്റേ സിമെന്റിന്റെ വർക്കൊക്കെ കഴിഞ്ഞ് നിന്ന സമയത്താണെന്ന് തോന്നുന്നു. പൂശ് കഴിഞ്ഞ് നിന്ന സമയത്ത് ഡാർക്ക് ആയപ്പോ നമുക്ക് സ്പേസ് കുറവല്ല. പക്ഷെ ഇപ്പം വെള്ള കളർ ആയപ്പോ കുറച്ചുകൂടെ ഒരു വിസ്തീർണം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, ഇവിടെ നമ്മളിപ്പോൾ വാട്ടർ പ്രൂഫിങ് നടത്തിയിട്ടുണ്ട്. എല്ലാ ചുവരും നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ മഴയും വെയിലും അടിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാ ചുവരും വാട്ടർ പ്രൂഫ് ചെയ്ത് അതിൻ്റെ പുറത്ത് പുട്ടിയിട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫർദർ ഇൻറ്റീരിയർ കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റ് ചെയ്യേണ്ട ഭാഗത്ത് 2 കോട്ട് പെയിൻറ്റും കൂടെ അടിച്ച് കഴിയുമ്പോൾ ക്ലിയർ ആവും, സെറ്റാവും. ഓക്കെ. ഇപ്പോൾ തടി ഓൾമോസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ വീട് അപ്ഡേറ്റ് അല്ലേ? ഇത് ഇവിടെ ഇത്രയല്ലേ ഉള്ളൂ? അല്ലല്ല, ഇതിൽ നമ്മൾ ഇതിപ്പോൾ 60 സെൻറ്റിമീറ്ററേ ഉള്ളൂ ഈ ലെവലിൽ. ഈ ഗ്യാപ്പിൽ തടിയിലാണ്. ഇതിന്റെ പുറത്ത് തടി നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. ആ തടിയായിരിക്കും ഇവിടെ വരുന്നത്. കണക്ഷൻസ് ഉണ്ടാവും. മനസ്സിലായി. അത് ഇന്റീരിയർ ചെയ്ത് വരുമ്പോൾ ഗംഭീരമാവും നമുക്ക്. ഇന്റീരിയർ ഇനി അടുത്ത സെക്ഷൻ ആണല്ലേ? ടൈൽസ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മളൊരു വീട് വെച്ച് തുടങ്ങിയാലേ അല്ല നമ്മൾ മനസ്സിലാവൂ കേട്ടോ. 2023 ഡിസംബർ 13 നമ്മളുടെ വീടിന്റെ സെറ്റ് ഔട്ട് തുടങ്ങുന്നത്. സെറ്റ് ഔട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഓരോ സ്റ്റേജിലും മാക്സിമം ക്യൂറിംഗ് ടൈം കൊടുത്ത് ചെയ്ത്. അപ്പോൾ അങ്ങനെ ക്യൂറിംഗ് ടൈം കൊടുത്തു വന്നപ്പോൾ കംപ്ലീറ്റ് പൈൽ ഫൗണ്ടേഷനും സ്ട്രക്ചേർഡ് ബിൽഡിംഗ് അല്ലേ. കോൾ ബ്രേക്ക് വന്നതാണ് ഗൈസ്. അപ്പോൾ ബേസിക്കലി അച്ഛൻ പറഞ്ഞു വന്നത് സ്ട്രക്ചേർഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് ക്യൂറിംഗ് ടൈം കൊടുത്ത് പോയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം എടുത്തത്. നമ്മുടെ മറ്റേ ഫോർമൽ ലിവിംഗ് റൂം ഇവിടെയൊക്കെ പുട്ടി. അച്ഛൻ പുറത്ത് പുട്ടിയിട്ടില്ലല്ലോ? പക്ഷേ പുറത്ത് പുട്ടി വേണ്ടല്ലേ? പുറത്ത് ഒരു ചെറിയൊരു ആപ്ലിക്കേഷന് വരുള്ളൂ. കാര്യം ഈ പുറത്ത് പുട്ടിയിട്ട് കഴിഞ്ഞാൽ പല സ്ഥലത്തും ഇങ്ങനെ പൊരിഞ്ഞളവുന്നൊരു ടെൻഡൻസി കാണിക്കുന്നു. ആദ്യം കുറച്ച് ദിവസം കാണാനൊക്കെ ഭംഗിയായിരിക്കും. നീ ദുബായി പോയപ്പോൾ കരാമയിലൊക്കെ ചെന്നിട്ടില്ലേ? കരാമ, സത്വ ആ ഏരിയയിൽ പോയപ്പോൾ എല്ലാ ബിൽഡിങ്ങിൻ്റെയും പുറം കംപ്ലീറ്റ് ഇങ്ങനെ പൊളിഞ്ഞളയിരിക്കുന്നത്. അപ്പോൾ പുട്ടി ആപ്ലിക്കേഷൻ പരമാവധി പുറത്ത് കുറയ്ക്കാനാണ് നമ്മളുടെ തീരുമാനം. അപ്പോൾ അകത്ത് മാത്രമേ പുട്ടി ഇടുന്നുള്ളൂ. പുറത്ത് വളരെ ആപ്ലിക്കേഷൻ ചില വേണ്ട സ്ഥലങ്ങളിൽ മാത്രം ഒരല്പം ഇടുവന്നേ ഉള്ളൂ. ഈ നടുക്കൊക്കെ ഫുൾ ഗ്ലാസ് അല്ലേ? ഫുൾ ഗ്ലാസ് എല്ലാം ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. അതിനെല്ലാം റെഡി ആയിട്ടുണ്ട്. സമയം എത്ര എടുക്കും എന്ന് ഇനി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തീരട്ടെ എന്നുള്ള തീരട്ടെ. നമ്മൾ റഷ് ചെയ്ത് തീർക്കുന്നില്ല. എന്തായാലും നമ്മൾ ഇത്രയും വർഷം എഫർട്ട് ഇട്ട് ഇത്രയും നമ്മൾ ചെയ്ത്. അപ്പോൾ ഇനി അതിന്റെ 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാനായിരുന്നു നമ്മളുടെ പരിപാടി. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് വന്നു. പിന്നെ 1 വർഷം നമുക്ക് പലവിധ കാരണങ്ങൾ ഒരു ബ്രേക്ക് വന്നല്ലോ. പിന്നെ കല്യാണത്തിന് ഒരു 6-7 മാസം വന്നപ്പോൾ വീട്ടിലെ പണിക്ക് വേണ്ടി ഒരു 7 മാസം നമ്മൾ ചെലവഴിച്ചു. അപ്പോൾ ആ സമയത്ത് ഈ പ്രോജക്റ്റ് ഇവിടെ ബ്രേക്കായി. പിന്നെ ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് 1.5-2 മാസമല്ലേ ആയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് പോകും. എന്നാലും കൂടുതൽ ആൾക്കാരെ വെച്ച് പണിയെടുപ്പിക്കുന്നില്ല. പിന്നെ ഡിലേ ആവുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അറ്റ് എ ടൈം ഒരു വർക്ക് മാത്രമേ നമ്മളിവിടെ ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഒന്നിൽ കൂടുതൽ വർക്ക്. ഇപ്പോൾ പ്ലംബേഴ്സ് മാത്രമാണെങ്കിൽ പ്ലംബർമാർ മാത്രമായിരിക്കും. ടൈൽ വർക്കേഴ്സ് വരാൻ പോകുമ്പോൾ ടൈൽ വർക്കേഴ്സ് മാത്രമേ കാണില്ല, പെയിൻറ്റേഴ്സ് ഒന്നും കാണില്ല. അറ്റ് എ ടൈം ഒരു ടീമിനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിലേ അത് നമ്മൾ സഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനതിൻ്റെ ക്വാളിറ്റിയും കിട്ടും. ഇതെല്ലാം അച്ഛൻ നിന്ന് മോണിറ്റർ ചെയ്യുന്ന സാധനങ്ങളാണ്. ഒരു കാര്യം പോലും അച്ഛൻ്റെ മോണിറ്ററിങ് ഇല്ലാതെ ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ ചെയ്യുമ്പോൾ പണിയെല്ലാം പക്കയായിട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ വീട്. ഇപ്പോൾ പുട്ടി അടിച്ച് കഴിഞ്ഞു. ഇനി പ്രൈമർ ചെയ്തു. ഇനി അടുത്ത് ടൈൽസ് ഇടും അല്ലേ? അതിനടുത്ത് ടൈലിങ്ങിൻ്റെ പരിപാടിയാണ്. ഓക്കെ. അപ്പോൾ ഇനി നല്ല ടൈൽസ് നമുക്ക് നോക്കണം. അപ്പോൾ ടൈൽസ് നോക്കണം. പിന്നെ ഗ്രാനൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് താഴത്തെ ഫ്ലോറിന് വേണ്ടിയിട്ട്. അത് ആലോചിക്കണം. പക്ഷെ നമ്മുടെ വീടിൻ്റെ കളർ തീമുമായിട്ട് മാച്ച് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ഇതെടുക്കുള്ളൂ അല്ലേ? കളർ തീമുമായിട്ട് മാച്ച് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഗ്രാനൈറ്റ് പ്രിഫർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ടൈൽസ് നോക്കും. എന്തായാലും അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നടക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ ടൈൽസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഇടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി അപ്ഡേറ്റ്. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് പുട്ടിയടിയും കഴിഞ്ഞ് വീട് കുട്ടപ്പനായിട്ട് കിടക്കുകയാണ്. ഇനി ഒരു സൈഡിൽ തടിപ്പണി നടന്നുകൊണ്ടിരിക്കുന്നു, അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ടൈൽസ് പണി തുടങ്ങാനും പോകുന്നു. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഹലോ, നോക്കൂ ഗൈസ്, മുറ്റത്തൊരു വരമാല. ഗൈസ് വരമാലയല്ല, വനമാല. ഗൈസ് വർഷ നമ്മൾ ഇന്ന് രാത്രി ഫുഡ് കഴിക്കാൻ പോകാനൊരു പ്ലാൻ ഇട്ട് ഗൈസ്.
എന്നിട്ട് പുറത്ത് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷേ ഞാനിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി ഗൈസ്. നമുക്കിനി കുറച്ച് അങ്ങോട്ടുള്ള കണ്ടന്റുകൾ പ്ലാൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പുറത്ത് പോകുന്ന പ്ലാൻ ക്യാൻസലാക്കിയിട്ട് ഞങ്ങൾ അൾത്താസയിലെ ഷവർമ വാങ്ങി ഗൈസ്. അല്ലെങ്കിൽ ഷവർമയല്ലേ വേണ്ടത്. അപ്പോൾ ഷവർമയും കഴിച്ചിട്ട് നമ്മളൊന്ന് ചില്ലടിക്കുന്നതായിരിക്കും ഗൈസ്. പക്ഷേ അതിനു മുന്നേ നിങ്ങൾ നോക്കിയ ഗൈസ്, നമുക്ക് ഒരു പാക്കറ്റ് വന്നേക്കുന്നു പൂഞ്ചോണി ഗാർഡനിൽ നിന്ന്. അതെവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെങ്ങന്നൂർ. നമുക്ക് അയക്കുന്നവരെല്ലാം കത്തും കൂടെ ചേർത്ത് അയക്കണം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്റെ കയ്യക്ഷരം പോലെ ഇരിക്കുന്നത് അടുക്കി പറക്കി വെച്ചേക്കണത്. ഞാൻ ഇതേ കണക്കാണ് കേസ് ചെയ്തത് ഓൾമോസ്റ്റ്. ഹലോ ചേട്ടാ, ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനമാണ് അർബൻ വൈബ്സ്. അർബൻ മങ്കി എന്ന് ചുരണ്ടിയൊന്നും അല്ലല്ലോ അല്ലേ എന്ന ക്ലോതിങ് ബ്രാൻഡ്. ഞങ്ങൾ ചേട്ടൻ ഒരു ബിഗ് ഫാനാണ്. ഞങ്ങളുടെ വീട് ചെങ്ങന്നൂരാണ്. ഞാനും എൻ്റെ കൂട്ടുകാരനുമായി തുടങ്ങിയ ഒരു ബിസിനസ്സാണിത്. ഞങ്ങൾ പ്രധാനമായും പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ആണ് ചെയ്യുന്നത്. ചേട്ടൻ ഒരു 1 പീസ് ഫാൻ ആയതുകൊണ്ട് ഞങ്ങൾ 2 1 പീസ് തീംഡ് ബേസ്ഡ് ആയിട്ടുള്ള ടീഷർട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടന് പറ്റുമെങ്കിൽ സ്കാൻ ചെയ്ത് ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുമോ? പിന്നെ പറ്റുമെങ്കിൽ ഞങ്ങളുടെ ടീഷർട്ട് ഇട്ട് അതിൻ്റെ ഫോട്ടോ സ്റ്റോറി അല്ലെങ്കിൽ റീലായിട്ട് ഇട്ടിട്ട് ഞങ്ങളെ മെൻഷൻ ചെയ്യാൻ പറ്റും. അത്രയും മതിയാ മക്കളെ നിനക്ക്. ജോൻ ആൻഡ് ഹരി. ഓക്കെ ഗൈസ്, ഇതാണ് അവരുടെ ഇൻസ്റ്റാ പേജ്. കിട്ടിയ ഞാൻ എന്തായാലും ടീഷർട്ട് കാണിച്ചു തരാം. എൻ്റെ അറിയാം, ഇത് നല്ല കളർ കേട്ടാ. 1 പീസിന്റെ ഒരു ലോഗോ, ബാക്കിൽ 1 പീസിന്റെ ഒരു പ്രിന്റ്. എടാ ഇത് അടിപൊളിയാടാ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ടർ അതാ എന്റെ പേര് ഗൈസ്. നല്ല മെറ്റീരിയൽ ഗൈസ്. എന്റെ മോനെ ഗൈസ്, മങ്കി ഡി ലൂഫി എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കില് ലൂഫിയുടെ ഒരു പടം. പക്ഷെ ഇതെനിക്ക് വലുതാവോ എന്ന് എനിക്ക് സംശയം. നല്ല വലുതാണിത്. ഇട്ട് നോക്കട്ടെ ഗൈസ്. ഞാൻ ഇത് മാറ്റട്ടെ. എങ്ങനെയുണ്ടടാ? സെറ്റ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മെറ്റീരിയൽ കേട്ടാ. പിള്ളേര് കളിക്ക് പറഞ്ഞാൽ അവന്മാര് നല്ല മെറ്റീരിയലിലാണ് ഈ സാധനം അടിച്ചിറക്കിയിരിക്കുന്നത്. പ്രിന്റും അത്യാവശ്യം നല്ല പ്രിന്റാണ് കേട്ടാ. നല്ല പ്രിന്റാണ്. ഓക്കെ, സ്ക്രാച്ച് ടെസ്റ്റിംഗ് കഴിഞ്ഞ. അപ്പോൾ താങ്ക് യു സോ മച്ച് പിള്ളേരെ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഷർട്ട്. അപ്പോൾ ഇതായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ്. ഇനി ഫുഡ് വരട്ടെ, എന്നിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കുന്നതായിരിക്കും. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് ഗൈസ്, ആക്ച്വലി കുറച്ച് ഫിസിക്കൽ എഫർട്ടുള്ളൊരു വ്ളോഗ് ഐഡിയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓഫീസിൽ ഇപ്പോൾ കുറച്ചധികം നേരം ഞങ്ങളിരുന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമോ ഗൈസ്. നാളെ രാവിലെ എന്തിനാവുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്നതായിരിക്കും നാളെ രാവിലെ. അപ്പോൾ ബൈ ഗൈസ്, നാളെ വൈകുന്നേരം കാണാം. ടാറ്റാ.